ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നല്ല കിടിലൻ ടിപ്സുകളായിട്ടാണ്. 3 ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് ഇതുപോലെയുള്ള ബോട്ടിലുകൾ കൊണ്ടുപോകാറുണ്ട്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ളിൽ കൊഴുപ്പും അഴുക്കൊക്കെ പറ്റാറുണ്ട് അല്ലേ. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ബോട്ടിലിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അത്രയും ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനത് ഈ ഒരു ബോട്ടിലിനുള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ 1-2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ അരിയാണ്. അപ്പോൾ ഞാനിതാ 1 ടേബിൾ സ്പൂണോളം പച്ചരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത് അരിയായാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ കല്ലുകൾ യൂസ് ചെയ്തിട്ടും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, സാധാരണ വെള്ളമാണ്. ഇനി ലിഡൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡുകളിലുള്ള അഴുക്കും വഴുവഴുപ്പും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോകുന്നു കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോട്ടിലിൻ്റെ ഉൾവശം ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ കഴുകുന്ന പോലെ കൈ വെച്ചിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ ഉൾവശം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാനിതാ നമ്മൾ ചോറൊക്കെ ഊറ്റുന്ന കൊട്ടക്കൈലുണ്ടല്ലോ, അതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാത്രം കഴുകുന്ന സ്പഞ്ചിൻ്റെ ഈ ഒരു ഭാഗമാണ്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതിയിട്ട്. എൻ്റെ കയ്യിൽ റബ്ബർ ബാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു കോട്ടൺ തുണിയുടെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അഴിഞ്ഞ് പോരാതിരിക്കാനുള്ളൊരു കെട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിലും സെൻറ്ററിൽ തന്നെ റബ്ബർ ബാൻഡ് 2 3 ചുറ്റാക്കിയിട്ടോ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. കൈ വെച്ചിട്ട് കഴുകാൻ പറ്റാത്ത ബോട്ടിലുകളൊക്കെ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. ആ ഒരു വശത്ത് ഉള്ള അഴുക്കായാലും കൊഴുപ്പായാലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നീങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ എല്ലാ വശവും ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വെള്ളം ഒന്ന് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു വെള്ളത്തിൻ്റെ കളറ് എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇതിനുള്ളിലുള്ള അഴുക്ക് മുഴുവൻ നല്ല പോലെ നമുക്ക് ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിതാ നല്ല വെള്ളത്തിൽ 2 തവണ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉൾവശം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നല്ലപോലെ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ അടിവശത്തായാലും സൈഡിലൊക്കെയുള്ള അഴുക്ക് നല്ല പോലെ ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിലുകൾ, മക്കളുടെ വാട്ടർ ബോട്ടിലൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് വീടിൻ്റെ ചാവി, അലമാരയുടെ ചാവി, അതുപോലെ തന്നെ വണ്ടിയുടെ ചാവി, ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ബാഗിൽ സിമ്പിളായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാഗിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളിനുള്ളിൽ കുടുങ്ങിയിട്ട് നമുക്കത് പെട്ടെന്ന് കിട്ടാതെ വരും. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു അറയിൽ ചാവി മാത്രം കീപ്പ് ചെയ്യണം. ഇനി അതല്ല, നമ്മുടെ ബാഗ് ഫുള്ളാണ്, ഒത്തിരി സാധനങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചാവി കിട്ടുന്ന ഒരു ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതാ ചാവി എടുത്തിട്ടുണ്ട്. ഇതിൽ വീടിൻ്റെയും അലമാരയുടെയും വണ്ടിയുടെയും ഒക്കെ ചാവി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ചാവിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിൽ ഒരു സേഫ്റ്റി പിന്നാണ് ഇതേ രീതിയിലൊന്ന് കുത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ബാഗിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ അറയുണ്ടല്ലോ, അതിലാണ് ഞാൻ ആ ഒരു സേഫ്റ്റി പിന്ന് കുത്തിയെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ പിന്ന് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ എപ്പോൾ നമുക്ക് ചാവി ആവശ്യമുണ്ടെങ്കിൽ ഒട്ടും സംശയമില്ലാതെ ഇനി സമയമൊക്കെ കളയാതെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആവശ്യമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ ഒരു സേഫ്റ്റി പിൻ അവിടെ നിന്ന് റിമൂവ് ചെയ്താൽ മാത്രം മതി. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു കിടിലൻ ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ്. ഇതുപോലെയുള്ള കുഞ്ഞൻ മത്തികൾ കിട്ടുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതെന്ന് കണ്ടിട്ട് വരാം.
ഞാൻ മീനൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കൊടുക്കുകയൊക്കെ ചെയ്യാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചില ആളുകൾ വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കാറുള്ളത്. ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ ഫിഷിനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല തിക്കായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഞാൻ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. ഇത് നമ്മൾ ചേർത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ഈ ഒരു മസാലക്കൂട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാലക്കൂട്ട് നല്ലപോലെ ലൂസായിട്ട് തന്നെ കിട്ടും. ഫ്രൈ ചെയ്യാനുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മസാലക്കൂട്ടിലേക്ക് നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറി ലീവ്സ് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ കറി ലീവ്സിൻ്റെ ടേസ്റ്റും കൂടി മീനിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷമാണ് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്യുന്ന ആ ഒരു സമയം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതാ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് കുറച്ചൊന്ന് ചൂടായി വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് ചൂടാവുന്നതിന് മുമ്പേ തന്നെ ഞാൻ കറി ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ ഇത് പൊട്ടി നമ്മുടെ മേലോട്ടൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ലപോലെ ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കറി ലീവ്സ് നമ്മൾ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന മീൻ ഒട്ടും അടിയിൽ പിടിക്കാതെ നല്ല പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും. നിരത്തി വെച്ചിട്ടുള്ള കറി ലീവ്സിന് മുകളിലായിട്ട് ഞാൻ മീൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പാൻ ഇവിടെ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു വശം ഒന്ന് കുക്കായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊരു വശം എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ മറുഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശം കൂടി നമുക്കൊന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ അതാ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി മീനൊക്കെ ഫ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നതും എന്നാൽ എടുത്താൽ കാണാത്തതുമായൊരു പണി തന്നെയാണ് പാത്രം കഴുകുക എന്നുള്ളത്. എത്ര പാത്രങ്ങളുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ കഴുകിയെടുക്കാനും എത്ര വർഷം കഴിഞ്ഞ പാത്രങ്ങളായിക്കോട്ടെ പുതുപുത്തനായിട്ട് കീപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു കിടിലൻ ഐഡിയയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ മക്കൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഒത്തിരി പാത്രങ്ങൾ ഇതുപോലെ സിങ്കിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ആദ്യം തന്നെ എടുക്കുന്നൊരു പണിയാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഈ പറയുന്ന രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങൾ പുത്തൻ മങ്ങാതെ തന്നെ നിൽക്കും. അപ്പോൾ ഞാനിതൊരു ബൗളെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പാത്രം കഴുകാൻ ആവശ്യമായിട്ടുള്ള ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഡിഷ് വാഷ് ലിക്വിഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഡിഷ് വാഷ് ലിക്വിഡ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ പാത്രം കഴുകുന്ന സോപ്പ് ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത്രയും ഡിഷ് വാഷ് ലിക്വിഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്നത് എക്സോയുടെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിലേക്ക് കുറച്ച് എക്സോയുടെ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാത്രം കഴുകാനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം കഴുകാനായിട്ട് ആവശ്യമുള്ളത് ന്യൂസ് പേപ്പറാണ് കേട്ടോ. ഞാനിതൊരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ന്യൂസ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഈ ഒരു സൊല്യൂഷനിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഒരു സൈഡ് പേപ്പറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ആ കാണിച്ച പേപ്പറിൻ്റെ ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളൂ. 2 ഭാഗങ്ങളിൽ നിന്ന് ഒരു പീസ്. എന്നിട്ട് ഞാനത് മുഴുവനായിട്ട് ഈ ഒരു മിക്സിൽ ഇതുപോലെ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പാത്രങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സിങ്കിൽ നിന്ന് പാത്രങ്ങളെല്ലാം ഒരു വശത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. മാറ്റുന്ന സമയത്ത് ഫുഡ് വേസ്റ്റൊക്കെ ഉണങ്ങിയിട്ടുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ ഞാനൊന്ന് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ പാത്രവും മാറ്റിയിട്ടുണ്ട്. ഇനി സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
സിങ്കൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം ഓരോന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ പാത്രം കഴുകിയെടുക്കുകയാണെങ്കിൽ സ്പഞ്ചോ സ്ക്രബ്ബറോ ഒന്നും ഉരഞ്ഞിട്ടുള്ള പാട് പോലും പാത്രത്തിലുണ്ടാവില്ല. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ പാത്രം പുതുപുത്തനായിരിക്കും കേട്ടോ. മാത്രമല്ല സാധാരണ നമ്മൾ സ്പഞ്ചൊക്കെ ഡിപ്പ് ചെയ്യുന്ന പോലെ ഒരുപാട് തവണ ഈ ഒരു ന്യൂസ് പേപ്പർ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ ഒത്തിരി പാത്രം നമുക്ക് കഴുകാൻ പറ്റും. ആ ഒരു ന്യൂസ് പേപ്പർ അഴുകുന്ന സമയത്ത് അത് മാറ്റിയിട്ട് വേറെ ന്യൂസ് പേപ്പർ നമ്മൾ എടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്രയും പാത്രം ഉണ്ടെങ്കിലും നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിതെല്ലാ പാത്രവും ഇതേ രീതിയിൽ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പതയുണ്ട്, അതുപോലെ തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കണ്ടോ ഈ ഒരു പേപ്പർ നല്ലപോലെ അഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ മാറ്റി വേറെ ഒരു പേപ്പർ എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാ പാത്രം കഴുകിയതിന് ശേഷം ഓരോന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ഈ ഒരു പാത്രം നോക്കിയാൽ നല്ല പോലെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാ പാത്രവും ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി വീഡിയോസ് കാണുന്ന ചിലർക്കെങ്കിലും ഇതുപോലെ കരിയൊക്കെ പിടിച്ചിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ നീറ്റ് ആവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാനൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പോലെ അതിൻ്റെ അടിവശത്തായിട്ട് കരി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു പാത്രത്തിന് മുകളിലായിട്ട് കുറച്ച് എക്സോയുടെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പാത്രം അടിച്ചെടുക്കുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ അടിവശത്തായതുകൊണ്ട് തന്നെ സ്ക്രബ്ബറിൻ്റെയോ സ്പഞ്ചോ വരഞ്ഞിട്ടുള്ള പാടും ഒരിക്കലും ഉണ്ടാവില്ല. മാത്രമല്ല കരി പിടിച്ച പാത്രം നമുക്ക് വൃത്തിയാവുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതുപോലെ ക്ലീൻ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ എന്നും തിളക്കത്തോടെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.